ഹായ്, ഞാൻ അനുദീപ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ PSC ചതിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ടോക്സിക്കായ ഈ ഒരു സിറ്റുവേഷൻ തിരിച്ചറിയാതെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ശരിക്കും കഷ്ടപ്പെടും. ഇനിയുള്ള കാലത്ത് PSC ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. എക്സാംസ് നടക്കാൻ പോകുന്നില്ല, റാങ്ക് ലിസ്റ്റും ഡിലേ ആവും. പിന്നീട് രാഷ്ട്രീയക്കാര് കുറെ ആൾക്കാരെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ തിരികെ ജോലിയിലേക്ക് കയറ്റുകയും ചെയ്യും. അപ്പൊ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണ്? ഞാൻ ഇപ്പം പറഞ്ഞ പോലെ വളരെ ടോക്സിക് ആയ രീതിയിൽ PSC എല്ലാ വശത്തു നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കുകയാണ്. നിങ്ങൾ PSC പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഡെയിലി ബേസിസിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. പക്ഷെ ഇതിലൊക്കെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ? ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ കഴിഞ്ഞ ആഴ്ചകളിലായി LSGD ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതായത് PSCയുടെ ഗസറ്റഡ് റാങ്കിലേക്ക് നടത്തിയ ഏറ്റവും അവസാനത്തെ പരീക്ഷയാണ്. അതിൽ ആദ്യത്തെ അഡ്വൈസ് തന്നെ എനിക്ക് തോന്നുന്നു 100, 130, 140 ആൾക്കാർക്ക് അഡ്വൈസ് പോയി. ഏകദേശം 300 അഡ്വൈസുകൾ പോകുമെന്നാണ് നമ്മളിപ്പോൾ അനുമാനിക്കുന്നത്. അതായത് 300 ഗസ്റ്റഡ് ഓഫീസേഴ്സിനെയാണ് PSC ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതൊന്നും ആരും പറയില്ല. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷ പണ്ട് അപൂർവമായി വിളിച്ചുകൊണ്ടിരുന്ന പരീക്ഷ ഇപ്പൊ എല്ലാ വർഷവും നടത്തുന്നുണ്ട്. എല്ലാ വർഷവും നിയമനവും വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഭാഗമായിരുന്ന എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ്, അതിൽ പരമാവധി ആൾക്കാർക്ക് PSC ജോലി കൊടുത്തു കഴിഞ്ഞു. റെഗുലറായി PSC ഇപ്പോൾ കലണ്ടർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോ പ്രിലിംസ് എന്നാണ്, മെയിൻസ് എന്നാണ്, ഇന്റർവ്യൂ എന്നത്തേക്കായിരിക്കും, റാങ്ക് ലിസ്റ്റ് ഏകദേശം എന്നത്തേക്ക് വരുമോ നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ്. ഒരു 10 കൊല്ലം മുമ്പുള്ള PSC കുത്തഴിഞ്ഞതായിരുന്നു. ഇതിനേക്കാൾ മോശമായിരുന്നു. ഓരോ കാലഘട്ടം കഴിയുന്തോറും PSC ഉയർന്നുയർന്ന് അതിന്റെ നിലവാരം കൂട്ടിക്കൊണ്ടാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നും കുറ്റപ്പെടുത്തലുകൾ മാത്രം. PSC ഒരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഫൈനൽ ആൻസർ കീയിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ PSCയുടെ ഭാഗത്തുനിന്ന് പല ന്യൂനതകൾ സംഭവിക്കാറുണ്ട്. പക്ഷേ അതിനെ ഒക്കെ കവച്ച് വെക്കുന്നതാണ് PSCയുടെ നേട്ടങ്ങൾ. നിങ്ങൾ ആത്മാർത്ഥമായ ഒരു ഗവൺമെന്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ PSCയിൽ നിങ്ങൾക്കൊരു ജോലി ഉറപ്പാണ്. പക്ഷേ എല്ലായിടത്തും നമ്മൾ കേൾക്കുന്ന ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളാണ്. ഇതിന് 2 വശമുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷത്തെ എന്റെ LSTD ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയുടെ കഥ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് ഭയങ്കര നെഗറ്റീവടിയാണ്. ഈ LSTS ഒരിക്കലും വിളിക്കാൻ പോകുന്നില്ല, അതാണ് ആ പരീക്ഷ ഒരിക്കലും വിളിക്കില്ല, നിയമനം നടത്തില്ലെന്ന് പറഞ്ഞ പരീക്ഷയാണത്. അതിനാണ് ഇപ്പോൾ ആദ്യത്തെ അഡ്വൈസിൽ തന്നെ 100-140 ആൾക്കാർക്ക് പോയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഭയങ്കര ടോക്സിക് ആയിട്ട് ഈ ഗ്രൂപ്പിൽ വന്ന് സംസാരിക്കുന്നു. അത് കണ്ട് മറ്റു കുട്ടികൾക്ക് എന്താ പറയാ, പഠിക്കാനുള്ള ആവേശം കുറയുന്നു. ഇത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. ആ വ്യക്തി കഷ്ടപ്പെട്ട് കുത്തിയിരുന്നതിന് വേണ്ടി പഠിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരം നെഗറ്റീവായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കോമ്പറ്റീഷൻ കുറയ്ക്കാൻ സഹായിക്കും. ഇത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിൽ, നിങ്ങളുടെ പരിചയത്തിലുമില്ലേ? PSC കുറ്റം പറഞ്ഞ് നിങ്ങളുടെ ആത്മവീര്യം നശിപ്പിച്ചതിനു ശേഷം ഈ വ്യക്തികൾ പോയിരുന്ന് നന്നായിട്ട് പഠിക്കും. കാര്യം അവർക്ക് ഇതിന്റെ റിയാലിറ്റി അറിയാം. PSC ഒരു ഇംപെർഫെക്റ്റ് ബോഡിയാണ്. സംബന്ധിക്കുന്നത് UPSC ആണെങ്കിൽ ലോകത്തിലെ ഏത് എൻറ്റിറ്റി ആണെങ്കിലും ഇംപെർഫെക്റ്റ് തന്നെയാണ്. 100% പെർഫെക്റ്റ് ആയിട്ട് ഒന്നുമില്ല. പക്ഷേ ആത്മാർത്ഥമായി ചിട്ടയോടെ ഡിസിപ്ലിനോട് കൂടി ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം നേടിയെടുക്കാൻ പറ്റുമെന്ന് ഈ വ്യക്തികൾക്കറിയാം. രണ്ടാമതായി PSC കുറ്റം പറയുന്നത് പ്രധാനമായിട്ടും PSCയുടെ പാറ്റേൺ 2019 മുതൽ മാറിയല്ലോ. ഈ പുതിയ പാറ്റേണിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഈ ക്രൗഡ് PSC വെറുപ്പിക്കും. അതായത് അവർക്ക് PSCയുടെ മാറ്റം അനുസരിച്ചിട്ട് മാറാൻ സാധിക്കുന്നില്ല. അതിന് കുറ്റം മുഴുവൻ PSCയുടെ മുകളിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ PSCയെ പറഞ്ഞു വെറുപ്പിക്കും. അത് അവരുടെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി പല ആൾക്കാർ PSC ഒരു ബലിയാടാക്കാറുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ വിദ്യാർത്ഥികൾ ഈ വീഡിയോ പറയുന്നതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു വർഷം ഏകദേശം 1000 ആൾക്കാർക്കാണ് സിവിൽ സർവീസ് UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ ജോലി ലഭിക്കാം. പക്ഷെ കുട്ടികൾ അതിനുവേണ്ടി എത്രത്തോളം ഡിസിപ്ലിൻഡ് ആയിട്ട് എത്ര കുട്ടികൾ, 10 ലക്ഷത്തോളം കുട്ടികളാണ് എല്ലാ വർഷവും പഠിക്കാം. UPSC പെർഫെക്റ്റ് ആയതുകൊണ്ടാണോ? അല്ല. ഇപ്പൊ നമുക്ക് നോക്കാം, UPSCയിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ പല ആൾക്കാരും ജോലിയിലേക്ക് കയറിയ വാർത്തകൾ പുറത്തു വരുന്നു. UPSC ഇന്റർവ്യൂവിനെ സംബന്ധിച്ച പല വിമർശനങ്ങളും പലപ്പോഴും പുറത്തു വരാറുണ്ട്. UPSC പരീക്ഷയിൽ കോപ്പിയുടെ നടന്നതായിട്ടുള്ള എവിഡൻസുകൾ വരെ പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ആ പിള്ളേര് UPSC പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഫലമൊന്നുമില്ല, പ്രതീക്ഷയൊന്നുമില്ല എന്നാണ് പോയിരിക്കണം. അല്ല, അവർ കുത്തിരുന്ന് പഠിക്കും. അതാണ് UPSC മൈൻഡ് സെറ്റ്. അവർക്കറിയാം നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി നമ്മൾ ലക്ഷ്യം കാണുന്ന സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുമെന്ന് അവർക്കറിയാം. പക്ഷെ PSCയിലെ സ്റ്റുഡൻസ്, ആസ്പിറൻസ് കുറെ കൂടെ സെൻസിറ്റീവ് ആണ്. ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ട്രബിളിന്റെ ചെറിയ സൂചന കിട്ടിയാൽ പോലും അവർക്ക് പഠിക്കാനുള്ള ആത്മവീര്യം എന്നൊക്കെ കുറഞ്ഞു പോകും. എത്ര ആയിരം ആൾക്കാർക്കാണ് PSC ഒരു വർഷം ജോലി കൊടുക്കുന്നത്? അതിന്റെ 100-ൽ 1 പോലും UPSC നിയമനം നടക്കുന്നില്ല. സ്റ്റിൽ UPSC കുട്ടികളുടെ ഡിസിപ്ലിൻ എക്സ്ട്രീംലി ഹയർ ലെവലിലാണ്. ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് UPSC പോയി പഠിക്കണമെന്നല്ല, ആ ഒരു മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യുക. ഇതാണ് അതിന്റെ സത്യാവസ്ഥ. ഈ റീസൺ ഉള്ളത് കൊണ്ടാണ് സിവിൽ സർവീസസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് PSC എക്സാംസിൽ ഇപ്പോൾ പെട്ടെന്ന് ടോപ്പ് റാങ്കിലേക്ക് വരുന്നത്. ഒരു ഉദാഹരണമാണ് ഞാൻ മറ്റൊന്നും പറയുന്നതല്ല. ഞാനൊരു PSC പഠിച്ച അല്ലെങ്കിൽ ട്രഡീഷണലായിട്ട് പഠിച്ചു വന്നൊരു വ്യക്തി ആയിരുന്നില്ല. ഞാൻ സിവിൽ സർവീസസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത വ്യക്തിയാണ്. സിവിൽ സർവീസസിന് വേണ്ടി ക്ലാസ്സസ് കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്.
അതുകൊണ്ട് തന്നെ PSCയുടെ ഒരു കമ്മ്യൂണിറ്റിയുമായി എനിക്ക് ആക്ച്വലി വലിയൊരു കണക്ഷൻ ഇല്ലായിരുന്നു. പിന്നീടാണ് PSC കമ്മ്യൂണിറ്റി പിന്നെ കണക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ PSCയെ സംബന്ധിക്കുന്ന കുറ്റങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. PSC നിയമനം നടത്തുന്ന കാര്യമോ കേസിന്റെ കാര്യമോ അല്ലെങ്കിൽ കട്ട് ഓഫുകളുടെ ഇത്തരത്തിലുള്ള പ്രശ്നമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതേ അവസ്ഥയിലാണ് UPSC ആസ്പിറൻസിന്റെ ഭൂരിവിഭാഗം ആൾക്കാരും. അവർക്ക് PSCയുടെ കുറ്റങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ആലോചിച്ച് തലപോയിച്ച് സമയം കളയാൻ അവർക്കില്ല. അവർ ആ സമയം എന്ത് ചെയ്യും? എക്സാംസിന് വേണ്ടി കുത്തിരുന്ന് പഠിക്കും. ഇതുകൊണ്ടാണ് UPSC ആസ്പിറൻസ് പലപ്പോഴും PSC റാങ്ക് ലിസ്റ്റിൽ ഉയർന്നു വരുന്നത്. കാര്യം അവർക്ക് ഈ നെഗറ്റിവിറ്റിക്ക് പുറകെ നടക്കാനുള്ള ടൈമോ എനർജിയോ ഇല്ല. അപ്പൊ അതിൽ വർക്കിംഗ് കാൻഡിഡേറ്റ്സിനെ നോക്കുക. പല വർക്കിംഗ് കാൻഡിഡേറ്റ്സ് നല്ല രീതിയിൽ ടോപ്പ് റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നുണ്ട്. കാര്യം അവർക്ക് വർക്ക് ചെയ്യണം, അതിലൂടെ പഠിക്കണം. ഇതിന്റെ ഇടയിൽ കൂടെ UPSCയുടെ PSCയുടെ കുറ്റങ്ങൾ തേടി പോകുന്നത് സമയമില്ല. അവർക്കറിയാം പഠിച്ചാൽ ജോലി കിട്ടും. ഇപ്പം നമ്മള് ശരിയായിട്ട് കറപ്പിച്ചൊരു ആൻസർ PSCയുടെ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ തെറ്റായി എന്നിരിക്കട്ടെ, ചിലപ്പോൾ നമുക്ക് ഒരു കാൽ മാർക്ക് കുറഞ്ഞു. സ്റ്റിൽ നമുക്ക് പഠിച്ചാൽ ജോലി കിട്ടും എന്നുള്ള ഉത്തമ വിശ്വാസമാണ് ഇവരെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാൽ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കുട്ടികൾക്ക് പഠിക്കാനുള്ള ആത്മവീര്യം കുറയുന്നു. PSC അതാണ് ഇതാണ്. പല രീതിയിലും PSC കുറ്റം പറയണം. PSC നല്ലതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ലെവലിലേക്കാണ് പോകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിലെയാണ്. നിങ്ങൾ അത് തിരിച്ചറിയുക. നിങ്ങൾ ചെയ്യേണ്ടത് ക്ഷമയോടുകൂടി പഠിക്കുക, റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക, ഒരു ജോലി സേഫ് ആക്കുക എന്നുള്ളതാണ്. ഈ ഒരു ജേർണി, യാത്ര എന്ന് പറയുന്നത് വെറും ഒരു എക്സാം അല്ല. നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ ഇടുന്ന, ഫൗണ്ടേഷൻ ഇടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി അതൊക്കെ ഉറപ്പ് തരുന്ന ഒരു ബ്യൂട്ടിഫുൾ യാത്രയാണ്. അവിടെ ഇത്തരത്തിലുള്ള പല നെഗറ്റീവ് വാർത്തകളും കേൾക്കും. പക്ഷെ അതിന്റെ പുറകെ പോകരുത്. ഞങ്ങളുടെ കോഴ്സുകൾ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫിലോസഫിയുടെ പുറത്താണ്. ജസ്റ്റ് ഒരു കോഴ്സ് അല്ലെങ്കിൽ കോച്ചിങ് എന്നുള്ള ലെവലിലല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അതൊരു റോഡ് മാപ്പാണ്, സക്സസിലേക്കുള്ള റോഡ് മാപ്പാണ്. സിലബസ് ബേസ്ഡ് ആയിട്ട് ക്ലാസ്സുകൾ തരിക എന്നുള്ളതിനോടൊപ്പം ഇത്തരത്തിൽ ക്ലാരിറ്റിയും സ്റ്റുഡൻസിന് കൊടുക്കണമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഇതൊരു ഇമോഷണൽ ജേർണി കൂടെയാണ്. ജസ്റ്റ് സിലബസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ ഒക്കില്ല. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് അത് കൃത്യമായി റെഗുലേറ്റ് ചെയ്യണം. സത്യം തിരിച്ചറിഞ്ഞ് ക്ലാരിറ്റിയോട് കൂടി മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റണം. സോ സിലബസിലുള്ള കാര്യങ്ങൾ അരച്ച് കലക്കി പഠിപ്പിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും ഞങ്ങളുടെ ബാച്ചിന്റെ ഭാഗമാണ്. ഒരു ലിമിറ്റഡ് പീരീഡ് ആയിട്ട് ഓണം ഓഫേഴ്സ് റൺ ചെയ്യുകയാണ്. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ PSCയെ കുറ്റം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും, നോട്ടിഫിക്കേഷൻസ് ഇനിയും വന്നുകൊണ്ടിരിക്കും. എക്സാംസ് ഇനിയും നടന്നുകൊണ്ടിരിക്കും. റാങ്ക് ലിസ്റ്റുകളും പബ്ലിഷ് ചെയ്യപ്പെടും. ആൾക്കാർക്ക് ജോലിയും കിട്ടും. പക്ഷെ നിങ്ങൾ ഏത് കാറ്റഗറിയിലായിരിക്കും? ഈ ജോലി കിട്ടുന്ന ആൾക്കാരുടെ കൂടെ ആയിരിക്കുമോ, അതോ PSCയുടെ കുറ്റങ്ങൾ ഡെയിലി ബേസിസിൽ കണ്ടെത്തി അതിനെ വിമർശിച്ച് നടക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലായിരിക്കും? ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, PSC 100% പെർഫെക്റ്റ് ആയ ഒരു എൻറ്റിറ്റി ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആത്മാർത്ഥമായി നിങ്ങൾ ക്ഷമയോടുകൂടി സത്യസന്ധമായി ഡിസിപ്ലിൻഡ് ആയി പഠിക്കുകയാണെങ്കിൽ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടും. അത്തരത്തിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഇതിന്റെ മറ്റൊരു സത്യാവസ്ഥയെ നിങ്ങൾ തിരിച്ചറിയണം. നമുക്ക് ഈ തലച്ചോറിന് ചില ബയാസുകളുണ്ട് അല്ലെ. ഇപ്പം PSC യാത്ര അല്ലെങ്കിൽ PSCക്ക് വേണ്ടി പഠിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. എപ്പോഴും ഇത്തരത്തിൽ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പല കാരണങ്ങളും കണ്ടെത്തും. ആ ഒരു സെൻസിറ്റിവിറ്റിയാണ് നിങ്ങൾ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ PSC പഠിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഇനിയും കാരണങ്ങൾ കിട്ടും. ബിക്കോസ് PSC ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് സെക്യൂരിറ്റി ആണ്, സോഷ്യൽ സ്റ്റാറ്റസ് ആണ് അല്ലെ. സർവോപരി സമൂഹത്തിന് വേണ്ടി ഒരു മാറ്റം വരുത്താൻ, ടു പവർ ടു മേക്ക് എ ഡിഫറൻസ് എന്ന് പറയുന്നതും PSC എക്സാംസ് നിങ്ങൾക്ക് തരുന്നൊരു കാര്യമാണ്. ഇത്രയും വലിയ അവസരങ്ങൾ നിങ്ങൾക്ക് തരുമ്പോൾ അത് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ജേർണിയിൽ കൂടെ പോയെങ്കിൽ മാത്രമായിരിക്കും ലഭിക്കുക. പക്ഷെ കൃത്യമായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ആ യാത്ര ബ്യൂട്ടിഫുൾ ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഒരിക്കലും മറ്റുള്ളവരുടെ ഫിയർ അല്ലെങ്കിൽ അവരുടെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങളുടെ ബാധ്യതയായി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. നിങ്ങൾ എപ്പോഴും മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ വ്യക്തിത്വം മുൻനിർത്തിയും നിങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയുമായിരിക്കണം. ചുമ്മാ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അതിന്റെ പകരം ബുക്ക് എടുത്തു വെച്ച് പഠിക്കണം. വിമർശനം മാത്രം നടത്തിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഐഡന്റിറ്റി പോലും കാണില്ല. പക്ഷെ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി കഠിനാധ്വാനം ചെയ്ത് തയ്യാറെടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഐഡന്റിറ്റി തരും. അതുകൊണ്ട് ഈ ഒരു ചതിയിൽ അല്ലെങ്കിൽ ഒരു ടോക്സിക് എൻവയോൺമെന്റിൽ, നെഗറ്റീവ് ചിന്തകളിൽ വീണ് പോകരുത്. നിങ്ങൾ പഠിച്ചു തുടങ്ങുക. വലിയ അവസരങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നത്. ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാംസ് വരുന്നു, എക്സൈസ് ഇൻസ്പെക്ടർ എക്സാം വരുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാംസിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നു. സോ ഈ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും യൂട്ടിലൈസ് ചെയ്യും. PSC എന്തായാലും ഒരാൾക്ക് ജോലി കൊടുത്താലേ പറ്റുള്ളൂ. PSC ഒരു റിജക്ഷൻ ബോഡി അല്ല, ഒരു സെലക്ഷൻ ബോഡിയാണ്. നിങ്ങൾക്ക് ജോലി തരാനാണ് ആ ഒരു പ്രസ്ഥാനം നിലനിൽക്കുന്നത്, അല്ലാതെ നിങ്ങളെ ജോലിയിൽ നിന്നും ബ്ലോക്ക് ചെയ്യാനല്ല. ഇപ്പം തന്നെ കമന്റ് ചെയ്യുക, ഐ വിൽ സ്റ്റഡി, ഞാൻ പഠിക്കുമെന്ന് ഇപ്പം തന്നെ കമന്റ് ചെയ്തിട്ട് ഉഷാറായി പോയിരുന്ന് പഠിക്കുക. ഈ ഒരു മെസ്സേജ് കേൾക്കേണ്ട നിങ്ങൾ കെയർ ചെയ്യുന്ന ഒരു സുഹൃത്തിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.